ഭൂവിൽ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ക്രിസ്മസ് ഈവ്, ഇമ്മാനുവേൽ ജനനത്തിൻ്റെ തലേ ദിനം. മാനവചരിത്രത്തിലെ അവർണ്ണനീയമായ അതുല്യമായ സംഭവമായിരുന്നു ക്രിസ്തു ജനനം. നാം ജീവിച്ചിരിക്കുന്ന ഈ കാലം റിക്രിയേഷൻ അഥവാ പുനഃസൃഷ്ടിക്കപ്പെടുന്നതായ കാലഘട്ടമാണ്. പഴയതുകൾ പുനഃസൃഷ്ടിക്കപ്പെടുന്നു ഇപ്പോൾ. ഇത് പ്രചാരം പ്രാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയെങ്കിൽ തിരുവവതാരം പുനഃസൃഷ്ടിക്കപ്പെടുന്ന ഒരു ശാന്തരാത്രിയാണ് ഇന്നത്തെ ക്രിസ്മസ് ഈവ്. CSI മധ്യകേരള ഡയോസസൻ കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്താ വിഷയം ജോയ് ടു ദ വേൾഡ്, ലോകത്തിന് ആനന്ദം അല്ലെങ്കിൽ സന്തോഷം എന്നതാണ്. ഈ വിഷയത്തിന് അനുയോജ്യമായ വേദഭാഗങ്ങൾ 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 23 മുതൽ 34 വരെയും, സങ്കീർത്തനം 98, ഫിലിപ്പിയർ 4 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ, ലൂക്കോസ് 1-ാം അധ്യായം 67 മുതൽ 79 വരെയുള്ള ഭാഗങ്ങൾ. 1 ദിനവൃത്താന്തം 16:27 പറയുന്നു, യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലും ഉണ്ട്. ഫിലിപ്പിയർ 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് വിശുദ്ധ പൗലോസ് പറയും. സന്തോഷമുള്ളവർ പാട്ട് പാടട്ടെ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കുന്നതാണ് വേദഭാഗങ്ങൾ. പാട്ടും സന്തോഷവും അഭേദ്യമായിരിക്കുന്നു. ഈ വേദഭാഗങ്ങളെല്ലാം പദ്യരീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എവിടെയാണ് യഥാർത്ഥ ആനന്ദം? ധ്യാനവാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം വസിക്കുന്നിടത്താണ് ആനന്ദം. ഈ ആനന്ദം ലോകത്തിന് പകരപ്പെടുന്നു. അതാണ് ഈ ചരിത്ര സംഭവത്തിൻ്റെ ഉൾക്കാമ്പ്. ക്രിസ്മസ് ഈവിനുള്ള ആരാധന അപേക്ഷയിലെ എടുത്തു പറയുന്ന പ്രാർത്ഥനയിലെ 3 പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, ഗ്രാൻഡ് us heart overflowing with gratitude and love. നന്ദിയും സ്നേഹവും നിറഞ്ഞ ഹൃദയങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. 2, we may share the joy of Christ's birth with all. ക്രിസ്തു ജനനത്തിന്റെ സന്തോഷം സകലരുമായി പങ്കിടുക. 3, proclaim your faithfulness and trust in your peace. ദൈവത്തിന്റെ വിശ്വസ്തതയെ പ്രഘോഷിക്കുക, ദൈവസമാധാനത്തിൽ ആശ്രയിക്കുക. ലോകത്തിന് ആനന്ദം പകരുന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, a birth pain leads to joy. ഈറ്റുനോവ് സന്തോഷത്തിലേക്ക് നയിക്കുന്നു. വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയ എന്ന പെൺകുട്ടി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഗർഭഭാരവുമായി ഗലീലയിലെ നസറത്ത് എന്ന പട്ടണത്തിൽ നിന്നും യഹൂദയിലെ ബേത്ലഹേം എന്ന പട്ടണത്തിലേക്ക് ഏകദേശം 80 കിലോമീറ്റർ ഒരാഴ്ചയുള്ള യാത്ര. വിവാഹം നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള യോസഫിനോട് ചേർന്നുള്ള യാത്ര. ആ യാത്രയുടെ അവസാനം വിശ്രമത്തിനുള്ള സ്ഥലം ഇല്ലായ്മ എന്നത് യാത്രയുടെയും ആ ഇല്ലായ്മയുടെയും വേദന തീർന്ന അനുഭവം. സൂതികർമ്മിണികളുടെ പരിചരണമില്ലായ്മ, അത് വേദനയോടുകൂടിയുള്ള ഒരു പ്രസവം പ്രദാനം ചെയ്യും. ജനിച്ച കുഞ്ഞിനെ കിടന്നുറങ്ങുവാൻ
അല്ലെങ്കിൽ കിടത്തുവാൻ സ്ഥലമില്ലായിക, കാലികൾക്ക് ആഹാരവും വെള്ളവും കൊടുക്കുന്ന തോണിയിൽ കിടക്കുന്ന വേദന, ഇത്രയും വേദന സഹിച്ച് യേശുവിന് ജന്മം നൽകിയ മറിയയുടെ ആനന്ദം, സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്നു എന്ന സന്തോഷം. യോഹന്നാന്റെ സുവിശേഷം 16-21 വാക്യം. ഈ ആനന്ദത്തിന്റെ അലയടിയായിരുന്നു ലോകത്തിന് നൽകിയതായിട്ടുള്ള ആനന്ദം. ലോകത്തിന് ആനന്ദമായി തീർന്നത് ഈ സന്തോഷമാണ്. ഇന്നും ഈ ആനന്ദം അലയടിക്കുന്നു. സ്ത്രീക്കുണ്ടാകുന്ന സന്തോഷം പോലെ ഭർത്താവിനും ഉണ്ടാകുന്നു ആനന്ദം. ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന ഏവരും ആ കുഞ്ഞു ഭൂമിയിൽ പിറക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷം നാം പ്രകടിപ്പിക്കാറുണ്ട്. പ്രിയരെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഏവർക്കും അത് ലഭ്യമാകുമ്പോൾ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നതായിട്ടുള്ള അനുഭവം, ലോകത്തിന് ആനന്ദം നൽകുന്ന അനുഭൂതിയാണ് ഹൃദയത്തിൽ നിന്നും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന സന്തോഷം. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, പ്രതീക്ഷയോടെ റിസൾട്ടിനായി കാത്തിരിക്കുന്നവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ആഹ്ലാദിക്കുന്ന ആനന്ദം, ഇത് ഒരു അനുഭവമാണ്. ഈ ആനന്ദമാകണം എല്ലാവരുമായി പങ്കിടേണ്ടത്. അതാണ് ജോയ് ടു ദ വേൾഡ് എന്ന് വിവക്ഷിക്കുന്നത്. രണ്ടാമത്, ഷെയർ ഓവർഫ്ലോവിംഗ് ജോയ് ഫ്രം അവർ ഹാർട്ട്. ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷം, ആ സന്തോഷം ഏവരുമായി പങ്കിടണം. വിശുദ്ധ ലൂക്കോസ് 1-14 വാക്യത്തിൽ സക്കറിയാവിനോട് പറയുന്നു, യോഹന്നാന്റെ ജനനത്തിങ്കൽ നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. ഈ സന്തോഷത്തിന് കാരണം അസാധ്യമെന്ന് കരുതിയതിനെ സാധ്യമാക്കിയ ഉല്ലാസവും സന്തോഷവുമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 7-14 വാക്യം, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ക്രിസ്തു ജനിക്കുന്നതിനും അനേകം വർഷം മുൻപ് ദൈവം നൽകിയ വാഗ്ദത്തമായിരുന്നു അടയാളം. യേശുവുമായുള്ള സംഭാഷണത്തിൽ ശമരിയ സ്ത്രീ പറഞ്ഞു, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-25 വാക്യം. അന്നു മുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനത്തിന് ലഭിച്ച വാഗ്ദത്തത്തിന്റെ പൂർണ്ണതയും ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിനായി ആനന്ദമായി മാറും. പ്രിയരെ, നാം പ്രതീക്ഷയോടെ കാത്തിരുന്നു. അതിൻ്റെ സഫലമാകൽ അല്ലെങ്കിൽ പൂർണ്ണത, അതാണ് ലോകത്തിന് നൽകുന്നതായിട്ടുള്ള ആനന്ദം. ഈ സത്യം അറിയാതെ പോകരുത്. സത്യം അറിയാതിരിക്കുന്ന ജനത്തിന് ആനന്ദിക്കാൻ കഴിയുകയില്ല. അറിഞ്ഞ വാഗ്ദത്തം കാത്തിരിപ്പിന്റെ കാലം തികഞ്ഞപ്പോൾ ലഭിച്ചതിലുള്ള സന്തോഷം, ഇതാണ് നാം നമുക്ക് ചുറ്റും ഉള്ളവരോട് അറിയിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 2-10 വാക്യത്തിൽ ഇമ്മാനുവേലിന്റെ ജനനം കഴിഞ്ഞപ്പോൾ ആരും ഈ സന്ദേശം പങ്കിടുവാൻ ഇല്ലായിരുന്നു. എന്നാൽ ദൈവദൂതൻ അന്ന് രാത്രിയിൽ ആടുകളെ കാവൽ ചെയ്തിരുന്ന ഇടയന്മാരോട് പറയുന്നു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം, ഗ്രേറ്റ് ജോയ് ഞാൻ നിങ്ങളോട് അറിയിക്കും. ആട്ടിടയർക്ക് ലഭിച്ചതും അവർ ഏറ്റെടുത്തതുമായ സന്തോഷം നാം മറ്റുള്ളവരുമായി പങ്കിടണം. കാത്തിരിപ്പിലൂടെ നമുക്ക് ലഭിച്ച ഭാഗ്യം
ഇരിപ്പിലൂടെ നമുക്ക് ലഭിച്ച വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണത, അത് നമ്മിലുളവാക്കുന്നതായിട്ടുള്ള ആനന്ദം, അതാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കപ്പെടേണ്ടത്. മൂന്നാമത്, put our trust in God's peace and declare His faithfulness. ദൈവ സമാധാനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ പ്രഘോഷിക്കുക. വർഷങ്ങൾക്ക് മുൻപ് വാഗ്ദാനം ചെയ്ത അടയാളം സഫലമായതിനാലാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നാം അറിയുന്നത്. ഇത് ഒരു കെട്ടുകഥയല്ല, ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച സംഭവമാണല്ലോ ക്രിസ്തു ജനനം. ഇവിടെയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം വിശ്വസ്തൻ തന്നെ. താൻ വാഗ്ദത്തം ചെയ്തതിനെ സഫലീകരിക്കുന്ന, പൂർണ്ണതയിൽ എത്തിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നാം തിരിച്ചറിയും. ഇവിടെ നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം, പിറന്നത് ആരാണ്? ബൈബിൾ പറയുന്നു, the word became flesh, വചനം ജഡമായി, dwelt among us, നമ്മുടെ ഇടയിൽ പാർന്നു. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർന്നു. ഒരു ദൈവസ്പർശനം മനുഷ്യ ശരീരത്തിൽ കടന്നു വരുന്നു. മറിയയിലേക്ക് സന്നിവേശിക്കപ്പെടുന്നതായ ദൈവസ്പർശനം. മറിയയുടെ ശരീരം വചനത്തെ സ്വീകരിക്കുന്നു. ഗ്രീക്ക് വേർഡിൽ ഡ്വെൽ എന്ന് പറയുന്നത് ടാബർനക്കിൾ എന്നാണ്. അതിന്റെ അർത്ഥം വേർ ഗോഡ്സ് പ്രസൻസ് വാസ് ഫൗണ്ട്. പ്രിയരെ, നമ്മുടെ ശരീരം ദൈവസാന്നിധ്യം വസിക്കുന്ന ടാബർനക്കിളായി മാറണം. ദൈവത്തിൻ്റെ കരസ്പർശനം കേൾക്കുമ്പോൾ അവിടെയാണ് ദൈവ സാന്നിധ്യം വസിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ഒരു അനുഭവം. അത് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 3-ാം-അധ്യായം-16 ഓർപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? എന്തായിരുന്നു ഈ വചനം ജഡാവതാരമായത്? യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കുന്നത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ഇതാണ് വചനം ജഡമാകുന്നതും ജഡം വചനം ആകേണ്ടതും. വചനം ജഡമാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജഡം വചനമായി മാറുക എന്നുള്ളതാണ്. ആദ്യം നൽകപ്പെട്ടതായിട്ടുള്ള വചനം കൽപ്പലകകളിൽ എഴുതപ്പെട്ടതായിരുന്നു. മനുഷ്യർ അത് ലംഘിച്ചു. പുതിയ വചനം നിവർത്തിക്കപ്പെടണം. അതിന് ക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് വന്നു. ക്രിസ്തു നമുക്ക് മാതൃകയാണ്. പഴയ നിയമകാലത്ത് വെളിപ്പെട്ടതായ വചനം, ആ വചനത്തിന് ജഡം സ്വീകരിപ്പാനായിട്ടിടയായി. ജഡം സ്വീകരിച്ചതിലൂടെ മനുഷ്യരുടെ അടുക്കിലേക്ക് വചനം കടന്നു വരിക. യേശുവിലൂടെ ആ വചനത്തിൻ്റെ സത്യസന്ധത ലോകത്തിലേക്ക് പരക്കുകയാണ്. മറിയ വചനത്തെ ഉൾക്കൊണ്ടു ജഡമായി പ്രസവിക്കുന്നു. ജഡമായ ക്രിസ്തു വചന നിവൃത്തിയായി. വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ ജനനം മനുഷ്യരായ നമ്മിൽ വചനത്തിൻ്റെ ക്രിയാഭാവം അല്ലെങ്കിൽ ചലനഭാവം നമ്മിൽ സൃഷ്ടിക്കും. അനുസരണക്കേടിൻ്റെ വചനം അനുസരണത്തിൻ്റെ വചനമായി മാറ്റപ്പെടുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ വചനം ജഡമായതിലൂടെ ലോകത്തിന് വെളിപ്പെടും. വചനത്തിൻ്റെ ജഡാവതാരണം നമ്മിൽ വചനത്തിൻ്റെ നിവൃത്തീകരണമായി തീരണം. ആടുകയും പാടുകയും ആഘോഷവും ഒക്കെ ഇന്ന് നടക്കുമ്പോൾ
എന്താണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളത്? വചനം പ്രായോഗികമാകുന്നിടത്താണ് നമ്മുടെ ജഡം വചനമായി നാം ജീവിക്കുന്ന സമൂഹത്തിൽ സത്യമായി തീരേണ്ടത്. അതുകൊണ്ട് നമ്മിലേക്ക് സന്നിവേശിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന ക്രിസ്തുവിൻ്റെ സ്പർശനം നമ്മുടെ ശരീരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ജഡത്തെ നിർജീവമായ ജഡമാക്കി തീർക്കുകയാണ്. മറിച്ച് പ്രായോഗിക തലത്തിലേക്ക് അല്ലെങ്കിൽ വചനത്തിൻ്റെ സാധ്യതകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന അനുഭവമാണ്. കർത്താവിൽ പ്രിയരെ, ഈ ചിന്തയോടെ തിരുജനന സന്ദേശത്തിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.